പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. വാട്ട് ഈസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് റോ ഡാറ്റ. നമുക്ക് തന്നിരിക്കുന്ന റോ ആയിട്ടുള്ള ഡാറ്റ പറഞ്ഞാൽ നമ്മൾ കാറ്റഗറൈസ് ഒന്നും ചെയ്യാത്തൊരു ഡാറ്റ into tableലേക്ക് that displays the frequency of each data value on range of value. തന്നിരിക്കുന്ന ഡാറ്റ എന്ത് ചെയ്യാണ്, നമ്മളൊരു ഡാറ്റ വാല്യൂവിന് എത്ര കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ റേഞ്ച് ഓഫ് വാല്യൂ, ഒരു ക്ലാസ്സിന് എത്ര കൗണ്ട് ഉണ്ട്. ഓക്കെ, നമ്മൾ പറയാണ്, ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 2 എന്നുള്ള വാല്യൂ ആണ്, അത് 3 വട്ടമാണെങ്കിൽ ഇതാണ്, ഇതിനെ നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയും, എഫ്. പിന്നെ ഉള്ളത് 5 ആണ്, 5 4 ഉണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? 5 4 ഉണ്ട്. ഇനി റേഞ്ച് ഓഫ് വാല്യൂ പറഞ്ഞാൽ 0 to 10, ഇതിനിടയിൽ 3 ഉണ്ട്. ഫ്രീക്വൻസി എത്ര? 3. ഇതിന്റെ ഈ 10 to 20, ഇതിന്റെ ഇടയിൽ 4 ഉണ്ട്. ഇതിന് എന്ത് പറയാം? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഒന്നെങ്കിൽ റേഞ്ച് ഓഫ് വാല്യൂവിന് ഇടയിലേക്ക്, അല്ലെങ്കിൽ ഡാറ്റ വാല്യൂവിന് സമാനമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ദിസ് ഈസ് ദ എസെൻഷ്യൽ സ്റ്റെപ്സ് ഇൻ ഡാറ്റ അനാലിസിസ് ആസ് ഇറ്റ് അലോസ് ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഡാറ്റ പാറ്റേൺ, ട്രെൻഡ്സ്, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയുടെ വളരെ കൃത്യമായിട്ട് ഡാറ്റയുടെ പാറ്റേൺ മനസ്സിലാക്കാൻ, ട്രെൻഡ്സ് മനസ്സിലാക്കാൻ, ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കാൻ ഇത് വളരെ യൂസ്ഫുൾ ആണ്. Steps to construct a frequency distribution. Frequency distribution construct ചെയ്യുന്ന സ്റ്റെപ്പ് ഒന്ന്, collect the raw data, determine the range of data. എത്രയാണ് ഇതിന്റെ റേഞ്ച്? ഏറ്റവും ലോവസ്റ്റ് എത്ര, ഏറ്റവും ഹയസ്റ്റ് എത്ര. ചൂസ് ദ നമ്പർ ഓഫ് ക്ലാസ്, എത്ര ക്ലാസ് വേണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ദ ക്ലാസ് വിഡ്ത്ത്, ക്ലാസിന്റെ വിഡ്ത്ത് നമ്മൾ മനസ്സിലാക്കുക. ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ റോ ഡാറ്റ കളക്ട് ചെയ്യണം. 1 2 3 അങ്ങനെ കുറെ ആണ്. എന്നിട്ട് അതിൽ ലോവസ്റ്റ് വാല്യൂ ഇത്, ഹയസ്റ്റ് വാല്യൂ ഇത് എന്ന് മെഷർ ചെയ്യണം. എന്നിട്ട് നമ്മൾ എത്ര ക്ലാസ് ഉണ്ടാക്കണം? 0 to 10, 10 to 20, അങ്ങനെ എത്ര ക്ലാസ് വേണം. ഈ ക്ലാസിന്റെ വിഡ്ത്ത് എത്രയാണ്, അതാണ് നമ്മൾ ക്ലാസ്. എന്നിട്ട് എന്ത് ചെയ്യാം? ക്ലാസ് ഇന്റർവെല് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ടാലി ദ ഫ്രീക്വൻസി, പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അതിനൊരു എക്സാമ്പിൾ നമുക്ക് തന്നിരിക്കുന്ന 20 സ്റ്റുഡൻസിന്റെ പരീക്ഷയുടെ മാർക്ക് 22, 23, 35 ഇങ്ങനെ മാർക്സ് തന്നിരിക്കുകയാണ്. ഇതിനെ നമ്മൾ ക്ലാസ് ആക്കി 20 to 29 to 30 to 39 അങ്ങനെ ക്ലാസ് ആക്കാം. ഈ 20 to 29 എത്ര ഉണ്ട് നോക്കുക? 22 ഉണ്ട്, 29 ഉണ്ട്. വളരെ ഈസിയാണ്. 30 to 39 എത്ര ഉണ്ട് നോക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഡിസ്ക്രീറ്റും കണ്ടിന്യൂസ് എന്താണ്? ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ യൂസ്ഡ് when the data is countable and consist of distinct or separate value. ഡാറ്റ കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് consist of distinct or separate value. Discrete data often involve whole numbers or count and cannot take on values between specific point. നമ്മൾ സ്പെസിഫിക് പോയിന്റിന് ഇടയിൽ എന്ന് പറയില്ല, കൗണ്ട് ആയിരിക്കും. 2 3 തവണ, 5 4 തവണ, ഈ രീതിയിൽ പറയുന്ന ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ദ വാല്യൂസ് ആർ ഡിസ്റ്റിങ്സ് ആൻഡ് സെപ്പറേറ്റ്. വാല്യൂസ് ഡിസ്റ്റിങ്സ് ഉണ്ടാവും, സെപ്പറേറ്റ്. ദർ ആർ നോ ഇന്റർമീഡിയറ്റ് വാല്യൂസ് ബിറ്റ്വീൻ ദം. ഇതിന് ഇന്റർമീഡിയറ്റ് വാല്യൂ ഉണ്ടായിരിക്കില്ല. ടിപ്പിക്കലി യൂസ്ഡ് വെൻ ഡാറ്റ റെപ്രസെന്റ് കൗണ്ട്. ഡാറ്റ കൗണ്ട് ചെയ്യാൻ കഴിയുന്ന ഇതിനാണ് ഇത് യൂസ് ചെയ്യാറ്. നമ്പർ ഓഫ് കാർ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. Suitable for data can be enumerated exactly without fraction or decimal. Fraction of decimal ഇല്ലാതെ നമുക്ക് enumerate ചെയ്യാൻ പറ്റുന്ന ഡാറ്റയ്ക്ക് suitable ആണ്. ഇതാണ് അതിന് ഉദാഹരണം. നമ്പർ ഓഫ് ബുക്സ് 0, ഫ്രീക്വൻസി 3, 1 5. നമ്പർ ഓഫ് ബുക്സ് 2ക്ക് 7, 3ക്ക് 4, 4ന് 1. ഓക്കെ, ഇതാണ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അടുത്ത കണ്ടിന്യൂസ് ഫ്രീക്വൻസി. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് used for data that can take on any value within specified range, often including fraction or decimal. പ്രത്യേക ഒരു സ്പെസിഫൈഡ് റേഞ്ചിനിടയിലുള്ള വാല്യൂസ് നമ്മൾ മാർക്ക് 0 to 10, 10 to 20 ഇങ്ങനെ പറയുന്നതാണ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് ഡാറ്റ is measured rather than counted and is suitable for variable data have a wide range of possible value. Wide range of possible value ഉണ്ടാവുമ്പോൾ ഇതാണ് suitable. The data values are part of an interval. ഒരു ഇന്റർവെലിന് ഇടയിലാണ് ഡാറ്റ വാല്യൂ. Can take any value within that interval. ആ ഇന്റർവെലിന് ഇടയിലുള്ള എനി വാല്യൂ അതിൽ ഉൾപ്പെടും. ഹൈറ്റ്, വെയിറ്റ് ഇതൊക്കെ ഇതിലാണ് യൂസ് ചെയ്യാറ്. മെഷർമെന്റ് ഒക്കെ ഇതിലാണ് യൂസ് ചെയ്യാറ്. വാല്യൂസ് വിത്തിൻ എ ക്ലാസ് ഇന്റർവെൽ ആർ കണ്ടിന്യൂസ്. ഇന്റർവെലിന് ഇടയിലുള്ള ക്ലാസ് എന്നാൽ കണ്ടിന്യൂസ് ആണ്. മീനിങ് ദാറ്റ് ദേ ക്യാൻ വേരി വിത്തൗട്ട് ഡിസ്ക്രീറ്റ് ജമ്പ്. ഓക്കെ, ഇത് 150 to 154, 2 155 to 100. ഓക്കെ, ഇതാണ് അതിന്റെ എക്സാമ്പിൾ. 150 to 154, 2 155 to
159, 5, 160, 164, 8 ഇങ്ങനെ നമ്മൾ എഴുതാറുണ്ട്. ഇത് ഇങ്ങനെയാണ് നമ്മൾ എഴുതാറുള്ളത്. ഇത് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ടാലി ചെയ്യാറുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ ടാലി ചെയ്തിട്ട് ചെയ്യും. അതാണ് നമ്മൾ ഇവിടെ ഫസ്റ്റിൽ പറഞ്ഞത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, തന്നിരിക്കുന്ന വാല്യൂസിനെ ക്ലാസ് ആക്കും. ക്ലാസ് ആക്കിയിട്ട് ഓരോ ക്ലാസ്സിൽ എത്ര ഉണ്ട് എന്ന് പറഞ്ഞാൽ 151, 152 ആണെങ്കിൽ 1, 2 എന്നിട്ട് എന്ത് ചെയ്യാം, ടാലി 2 ഈ രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി distribution, continuous frequency distribution. Discrete frequency distribution type of data countable ആണ്, whole numbers ആണ്. എന്നാൽ continuous frequency measurable ആണ്, include decimal, fraction ഒക്കെ ഇതിൽ ഉൾപ്പെടും. Natural value, distinct separate values ആണ്. Continuous range of values within interval. ഇതിന് separate value ഉണ്ടോ, 10 3 തവണ, 3 4 തവണ. എന്നാൽ continuous എന്താണ്, ഒരു specific range 0ക്കും 10നും ഇടയിൽ. എക്സാമ്പിൾ number of items sold, number of people. എന്നാൽ ഹൈറ്റ്, വെയിറ്റ്, ടെമ്പറേച്ചർ ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആണ്. ക്ലാസ് ഇന്റർവെൽ ഓഫൺ ഇൻഡിവിജ്വൽ വാല്യൂസ് ആണ് എടുക്കാറുള്ളത്. ടിപ്പിക്കലി ഗ്രൂപ്പ്ഡ് ഇൻടു ഇന്റർവെൽ, ഗ്രൂപ്പ്ഡ് ആയിട്ടുള്ളതാണ് നമ്മൾ ഇതിൽ എടുക്കാറുള്ളത്. വിഷ്വലൈസേഷൻ, ബാർ ചാർട്ട്, എന്നാൽ കണ്ടിന്യൂസിന് ഹിസ്റ്റോഗ്രാം പോലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇതാണ് ഇതിന് നമ്മൾ ചെയ്യാറുള്ളത്. ഇതാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.